Very good morning and warm welcome once again to Voice of Edin's Edin. Good day to everyone. The future belongs to those who believes the beauty of their dreams. भविष्य उनका है जो अपनी सपनों की सुंदरता में विश्वास रखते हैं. സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ഭാവി സ്വന്തം. മഹത്തായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് എന്തു തന്നെയുമാകാം. പഠനം, പ്രാർത്ഥന, കുടുംബ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധം, അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധം, സൗന്ദര്യം, സ്നേഹം, എന്തു തന്നെയായാലും നിങ്ങൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കുക. ആ ബന്ധത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. പ്രാർത്ഥന എന്നാൽ അത് ലഭിക്കും എന്നതിൽ അടിയുറച്ച് വിശ്വസിക്കുക. എന്തുമാകട്ടെ, നിങ്ങൾ അതിനെ അടിയുറച്ച് സ്നേഹിക്കുക, വിശ്വസിക്കുക. അടിയുറച്ച് സ്നേഹിച്ചാൽ മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എങ്കിൽ തിരഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരിക്കലും ഒരു കോംപ്രമൈസിന്, ഒരു ഒത്തുതീർപ്പിന് വിധേയമാകരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. 1000 പേരെ കേൾക്കുക, 100 പേരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ്, വരും വരായികളെ തിരിച്ചറിഞ്ഞ്, അതിനെ അപഗ്രഥനം നടത്തി മാറ്റിപ്പറുക്കി അതിൽ നിന്ന് നന്മ തിന്മ തിരിച്ചറിഞ്ഞ് വ്യത്യസ്തത മനസ്സിലാക്കുക. എങ്കിലും തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കണം. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായും ഭരിക്കുന്ന രാജാവ് നിങ്ങൾ തന്നെയായിരിക്കണം. അവിടെ മറ്റൊരാൾക്ക് യാതൊരു ഭാഗഭാഗിത്വവും ഉണ്ടാകാൻ പാടില്ല. അവിടെ രണ്ടാമതൊരാളിൻ്റെ അണുകിട സ്വാധീനമോ താല്പര്യമോ ഉദ്ദേശ്യങ്ങളോ സ്വാധീനിക്കുവാൻ ഇടയാവരുത്. എന്തു തന്നെ വരും വരായികൾ സംഭവിച്ചു കഴിഞ്ഞാലും പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയായിരിക്കണം. അതിനായി സമൂഹത്തെ, സഹജീവികളെ, തൻ്റെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇനി മുകളിൽ പറഞ്ഞ ഈ 100 ഉപദേശങ്ങളെ ഒക്കെയും താരതമ്യം ചെയ്ത് വിലയിരുത്തി തുലനം ചെയ്തിട്ട് ആവാം തീരുമാനം എടുക്കുന്നത്. പിന്നീട് തീരുമാനം ഫെയിലായി പോയെന്നോ, അതൊരു നഷ്ടമായി പോയെന്നോ, ഒരു പരാതി ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നിങ്ങൾ തന്നെ ആയിരിക്കണം. അതിനുള്ള പ്രതിവിധിയും നിങ്ങൾ തന്നെ കണ്ടെത്തണം. അത് മറ്റൊരാളുടെ സ്വാധീനം മൂലം ഒരിക്കലും ആയിപ്പോയി എന്ന് പശ്ചാത്തപിക്കുവാനുള്ള ഇടം ഉണ്ടാവരുത്. അതാണ് പറഞ്ഞത്, അതൊരിക്കലും ഒരു ഒത്തുതീർപ്പ് ആവരുത് എന്ന്. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് അത് പാഴാക്കരുത്. ആദ്യം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിക്കണം. നിങ്ങളുടെ ഹൃദയത്തെയും ഉത്ബോധത്തെയും പിന്തുടരുവാനുള്ള ധൈര്യം കാണിക്കുക. നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ഒന്ന് ഉറ്റുനോക്കുക. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഏതൊരു തലത്തിലേക്ക് മാറണം എന്നുള്ള ഒരു ഉത്ബോധം നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും തോന്നാറില്ലേ? അതിൻ്റെ മാർഗങ്ങളും പലപ്പോഴും തെളിഞ്ഞു വരാറില്ലേ? ചിലതരം മടിപ്പും അലസതയും മാത്രമല്ലേ അതിനുള്ള വിഘാതം? മടി മരണം വരെയും തുടരും. അതിനെ അതിജീവിക്കുവാൻ സ്വയം ശക്തി എന്ന് നിങ്ങൾ ആർജിക്കുന്നുവോ അവിടെയാണ് നിങ്ങളുടെ പുതുജീവന്റെ തുടക്കം. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ മനസ്സിലാക്കൂ. അതിനെ കൃത്യമായി അറിയാം നിങ്ങൾ ആരായി മാറണം എന്ന്. അതിനുള്ള എല്ലാ സംഗതികളും മുന്നേ റെഡിയാണ്. പ്രശ്നം നിങ്ങളുടെ നിസ്സംഗത മാത്രം. വീണ്ടും ഒരു പുലർക്കാല വന്ദനം. ഗുഡ് ഡേ ടു എവരിവൺ. ദിസ് ഇസ് എഡിൻ സൈനിങ് ഓഫ് ഫ്രം വോയിസ് ഓഫ് എഡിൻസ് എഡിൻ. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. Good day to everyone.